ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2024 ജൂലൈ മാസം 3-ാം തീയതി വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ തിരുനാൾ. ഗലീലക്കാരൻ എന്നറിയപ്പെടുന്ന തോമസ് യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു. ദിദിമോസ്, മർത്തോമ എന്നീ പേരുകളിലാണ് തോമസ് ശ്ലീഹ അറിയപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ഉജ്ജ്വലമായ ശിഷ്യൻ എന്നാണ് തോമസ് ശ്ലീഹ പൊതുവെ അറിയപ്പെടുന്നത്. വളരെ പരിമിതമായി മാത്രമേ തോമസ് ശ്ലീഹായെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുള്ളൂ. യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമാണ് തോമസ് ശ്ലീഹായെ ഒരു പ്രധാന കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുത്തുന്നത്. ക്രിസ്തുവർഷം അതായത് AD 52 ഭാരതത്തിൻ്റെ പ്രഥമ അപ്പോസ്തലനായ തോമസ് ശ്ലീഹ കേരളത്തിൽ വന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. തോമസ് ശ്ലീഹായെക്കുറിച്ച് പഠിക്കുമ്പോൾ ആഴമായ ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമയും ധൈര്യശാലിയുമായിരുന്നു അദ്ദേഹം. എനിക്ക് അവൻ്റെ മുറിവുകൾ കാണണം, അവൻ്റെ പാർശ്വത്തിൽ കൈകൾ വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിക്കുന്ന അപ്പോസ്തലനെയാണ് യോഹന്നാൻ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന തോമസ് ശ്ലീഹായുടെ വാക്കുകൾ നമ്മുടെ ചെവികളിൽ എന്നും മുഴങ്ങി കേൾക്കുന്നു. യഹൂദരെ പേടിച്ച് ഭയത്തോടെ ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് ധൈര്യം നൽകിയത് തോമസ് അപ്പോസ്തലനായിരുന്നു. അവനോടുകൂടി നമുക്കും മരിക്കാം, അവനെ കല്ലെറിഞ്ഞവർ നമ്മയും കല്ലെറിയട്ടെ എന്ന തോമസ് ശ്ലീഹായുടെ വാക്കുകളിലൂടെ എത്രത്തോളം ധൈര്യശാലിയ വ്യക്തിയാണ് തോമസ് ശ്ലീഹ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ കടന്നു വരാം. അപ്പോഴേക്ക് തളരാതെ പതറാതെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന തോമസ് ശ്ലീഹയുടെ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ പതിപ്പിക്കാം. ആമീൻ.